കഴിഞ്ഞ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് നീൽ TV നടത്തിയ ഓൺലൈൻ പ്രസംഗ മത്സരത്തിൽ, സംസ്ഥാന തലത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ റോഹനെ വില്ലുവണ്ടിയുടെയും അതുപോലെ നീൽ TVയുടെയും പേരിൽ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അംബേദ്കറെ കുറിച്ച് ഈ പ്രഭാഷണം സ്വീകരിച്ച ശേഷം ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം റോഹൻ ശിവഹരി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മളത് കേൾക്കാൻ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഈ പ്രോഗ്രാം വില്ലുവണ്ടിയുടെ 1-ാം വാർഷികവും അതുപോലെ തന്നെ രാഷ്ട്രശില്പി ബോധിസത്വ ഭാരതരത്നം ഡോക്ടർ BR അംബേദ്കറുടെ 135-ാം വാർഷികവുമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവാർഡ് വിതരണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു അവസരം കൂടിയാണ് ഈ പ്രോഗ്രാം എന്ന് ഞാൻ കരുതുന്നു. ഈ പുരസ്കാരം നൽകുന്നതിന് നമ്മുടെ ഇന്നത്തെ ഈ നിമിഷത്തെ പ്രധാന ഗസ്റ്റ് കൂടിയായിട്ടുള്ള ദീപ്തി മാഡത്തെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഈ നിങ്ങളുടെ എവിടെയും അനുഭവത്തോടുകൂടി ഈ പുരസ്കാരം നൽകുന്നതിന് ദീപ്തി മാഡത്തെയും സ്വീകരിക്കുന്നതിന് റോഹനെയും സബനെയും ക്ഷണിക്കുന്നു. എല്ലാവരും ജോറായെന്ന് കൈയടിച്ച് ഈ എളിയ പുരസ്കാരം സ്വീകരിക്കാൻ പാലക്കാട് നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള റോഹനെ പ്രത്യേകമായിട്ട് തന്നെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ അംബേദ്കറെ കുറിച്ച്, രാഷ്ട്രശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കറെ കുറിച്ച് ചെറിയൊരു പ്രഭാഷണം നടത്തുന്നതിനായി റോഹനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും നല്ല നമസ്കാരം. വില്ലുവണ്ടിയും നമ്മളും എന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു പുരസ്കാരം സ്വീകരിക്കാൻ സാധിച്ചതിലുള്ള ആത്മാർത്ഥമായ സന്തോഷവും അഭിമാനവും പങ്കുവയ്ക്കുന്നു. ഈ രാജ്യത്തിൻ്റെ വർത്തമാനകാല വ്യവസ്ഥിതിയിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ മാഞ്ഞു പോകുന്ന ഒരു സത്യം എന്നത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിന് നമ്മൾ എന്ന വാക്കുമായിട്ട് എത്രമാത്രം ഈ രാജ്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സത്യം നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന പലരും മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ആശയത്തിന്, നമ്മൾ എന്ന ഒരു ആശയത്തിന് ഇവിടെ ഏറെ പ്രസക്തിയുണ്ട്. ഞങ്ങളും നിങ്ങളുമില്ലാത്ത, നമ്മൾ മാത്രമുള്ള ഒരു സമൂഹത്തിൻ്റെ കാവലാളാകാൻ എന്നും ഒരു തലമുറയെ പ്രേരിപ്പിച്ചിരുന്ന, തൻ്റെ ദാർശനികമായ മൂല്യങ്ങൾ കൊണ്ടും താൻ ഉയർത്തിപ്പിടിച്ചിരുന്ന ബോധ്യങ്ങൾ കൊണ്ടുമെല്ലാം ഒരു ജനതയുടെ തന്നെ ഊർജമായി മാറിയ ഡോക്ടർ BR അംബേദ്കർ എന്ന അചുംബിതനായ വ്യക്തിയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ഈ ഒരു അവസരത്തിൽ പ്രണാമം അർപ്പിക്കാതെ ഈ ഒരു പ്രസംഗം തുടങ്ങുന്നത് നീതികേടായിരിക്കും. അംബേദ്കറെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ ചൗദാർ എന്ന പൊതുകുളത്തിൽ നിന്ന് സവർണ ഹിന്ദുക്കൾ, അവിടുത്തെ ജാതീയമായി തരം താണുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ ആ ഒരു പൊതുകുളത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നതിൽ നിന്ന് വിലക്കിയപ്പോൾ അംബേദ്കർ പരസ്യമായി മനുസ്മൃതി കത്തിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ ഡോക്ടർ BR അംബേദ്കർ എന്ന വ്യക്തിയെ നമുക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വില്ലുവണ്ടിയും നമ്മളും എന്ന ഈ കൂട്ടായ്മയിൽ ഒരു നാടിനെ തന്നെ, കേരളം എന്ന ഈ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരുന്ന ഒരു കാലത്ത് കേരളം എത്രമാത്രം വലിയ രീതിയിൽ ജാതീയമായി അധവദിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്ത് കേരളം എന്ന നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പേര് കേട്ടിരുന്ന ഒരു നാടിൻ്റെ കാതുകൾ
മറ്റു പല കാരണങ്ങൾ കൊണ്ട് വേദനിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാടിനെ എടുത്തുയർത്തിയ മറ്റൊരു അചുംബിതമായ സ്വരമാണ് മഹാത്മാ അയ്യങ്കാളിയുടേത്. തീർച്ചയായിട്ടും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു പേരാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു ഹാളിനുമുള്ളത് എന്നത് ഏറെ യാദൃശ്ചികതയുണ്ടെങ്കിലും ഏറെ പ്രസക്തമായ ഒരു കാര്യം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നു പാടിയ കുമാരനാശാൻ. അതുപോലെ തന്നെ ഞങ്ങളും നിങ്ങളും ഇല്ലാത്ത നമ്മൾ മാത്രമുള്ള ഒരു രാജ്യത്തെ എങ്ങനെയാണ് അംബേദ്കർ നിർമ്മിച്ചത് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. തീർച്ചയായിട്ടും അംബേദ്കർ അന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം ഇന്ന് ഇവിടെ ഈ ഭാരതത്തിൽ നടന്നിരിക്കുകയാണ്. അംബേദ്കർ അന്ന് പറഞ്ഞ ഒരു കാര്യം, പൊളിറ്റിക്കൽ മെജോറിറ്റി എന്ന ഒരു വസ്തുതയെ കമ്മ്യൂണൽ മെജോറിറ്റി ഒരിക്കലും കവച്ചു കടക്കരുത് എന്ന് അംബേദ്കർ അന്ന് പറയുകയുണ്ടായി. അംബേദ്കർ അന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു വസ്തുത ഇന്ന് ഏതാണ്ട് നമ്മുടെ ഭാരതത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അംബേദ്കർ അന്ന് പറഞ്ഞ ഒരു കാര്യം, പൊളിറ്റിക്കൽ മെജോറിറ്റി അഥവാ രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്തു കടക്കാനോ അതിനകത്തേക്ക് കടക്കാനോ അതിനെ അസ്ഥിരപ്പെടുത്താനോ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ കമ്മ്യൂണൽ മെജോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് അംബേദ്കർ അന്ന് പറയുകയുണ്ടായി. വർത്തമാനകാല ഭാരതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പലതും, എന്റെ ശംഖനാഥങ്ങളും നിന്റെ ബാങ്കുവിളികളും ഒരുമിച്ച് മുഴങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുമൂർത്തി തെയ്യം, അങ്ങനെ ഒരു തെയ്യം കാസർഗോഡ് പെരുമ്പട്ട എന്ന ഒരു നാട്ടിൽ അമ്പലത്തിൽ നിന്ന് മൂവാണ്ട് കളിയാട്ടം എന്ന് പറയുന്ന അവരുടെ തനത് ആചാരത്തിന്റെ അവസാന ദിവസം വിഷ്ണുമൂർത്തി തെയ്യം തൊട്ടപ്പുറത്തുള്ള മുസ്ലിം പള്ളിയിലേക്ക് തങ്ങളുടെ പരിവാരങ്ങളുമായി നടന്നു നീങ്ങുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് ചിന്തിക്കുമ്പോൾ, അതോടൊപ്പം തന്നെയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞയാഴ്ച നമുക്കൊരു ഹർത്താൽ നടത്തേണ്ടി വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് കമ്മ്യൂണൽ മെജോറിറ്റി വീണ്ടും കടന്നു വരുന്നത്. 2-3 ആളുകൾ പറയുകയും ആ പറയുന്നത് 140 കോടിയോളം പോരുന്ന ഒരു ജനത കേൾക്കേണ്ടിയും വരുന്ന ഒരു ഗതികെട്ട കാലത്ത് എന്തുകൊണ്ടും അംബേദ്കർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എന്നും പ്രസക്തമാണ്. ഞാനൊരു ഉത്തമനായ ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നത് ഒരിക്കലും ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല എന്ന് അംബേദ്കർ പറയുകയുണ്ടായി. ഈ ഒരു വാക്യത്തിന് ഇന്നത്തെ ഭാരതത്തിന്റെ ചരിത്രവുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ let's not be frightened by the puppy's paws, not even the thunderbolt shall frighten you, we are Indians with steel nerves and iron muscles എന്ന വിവേകാനന്ദന്റെ വാക്കുകളിലൂടെ നായ്ക്കുട്ടികളുടെ ദീനരോധനം കേട്ട് അലോസരപ്പെടരുത്. ആകാശത്തിന്റെ മേഘകമാനങ്ങൾ പിളർന്നുകൊണ്ട് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തിയുള്ള നിനാദം പോലും നിങ്ങളെ ഭയപ്പെടുത്തരുത്. നിങ്ങൾ ഇന്ത്യക്കാരാണ്, ഇരുമ്പുപേശികളും ഉരുക്കുഞരമ്പുകളുമുള്ള ഇന്ത്യക്കാരാണ് നിങ്ങൾ എന്ന വിവേകാനന്ദന്റെ വാക്കുകൾ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 എന്ന അറിവ്, അതൊരു അറിവാണ്. അറിവിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് ഉപരിപ്ലവതയിൽ നിന്ന് മാനവികതയിലേക്കുള്ള യാത്ര എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ജനിച്ചത് ഒരിക്കലും 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിച്ചത് 1893 ജൂൺ 8 ഇടിയും മഴയുമുള്ള ഒരു രാത്രിയിൽ ഇന്ദ്രധനുസ് പൊട്ടി വീഴുമാറ് അത്രയും പ്രക്ഷുബ്ധമായ ഒരു ആകാശത്തിന് കീഴിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നിട്ടും നിറം കറുപ്പായി പോയതിന്റെ പേരിൽ ഒരു കറുത്തവനെ വെള്ളക്കാരൻ ഇടങ്കാല് കൊണ്ട് തൊഴിച്ചെറിഞ്ഞ ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മരിച്ചതും മഹാത്മാഗാന്ധി ജനിച്ചതും. ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും മനുഷ്യനെ വിവേചിക്കുന്ന ഒരു കെട്ട കാലഘട്ടത്തിനെതിരെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഉറച്ചതും ഉറപ്പിച്ചതുമാകണം സ്വജീവിതം എന്ന് ശപഥമെടുത്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും മഹാത്മാഗാന്ധി ജനിച്ചതും. ആയതിനാൽ നന്ദി, നമസ്കാരം. ഈ പുരസ്കാരത്തിനുള്ള അർഹത പരിപൂർണമായി തെളിയിച്ചുകൊണ്ടാണ് റോഹൻ സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും മികച്ചൊരു അർഹമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രൗഢഗംഭീരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ റോഹൻ പ്രകടിപ്പിക്കുന്ന
ആ മികവ് തീർച്ചയായിട്ടും പുരസ്കാരാർഹമാണ്. അർഹമായ കരങ്ങളിലാണ് നീൽ ടിവിയുടെ ഈ പുരസ്കാരം എത്തിയതെന്ന് ഞാൻ കരുതുന്നു. ഈ പുരസ്കാരം സ്വീകരിച്ച റോഹനും അത് നൽകിയ ദീപ്തി മാഡത്തിനും ആ പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുന്നു. ആ ഭരണഘടനയാണ് ഇന്ത്യയെ 1947 മുതൽ 2026 വരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കർ എഴുതി ചേർത്ത ഇന്ത്യയാണ്. അതേ മുന്നോട്ട് വെച്ച ജനാധിപത്യ മൂല്യങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മൾ ഈ കാണുന്ന ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, രാഷ്ട്രശില്പി ഡോക്ടർ BR അംബേദ്കറാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആയിരിക്കാം, പക്ഷേ രാഷ്ട്രശില്പി ഡോക്ടർ അംബേദ്കർ ആയിരിക്കും. ഹി ഈസ് ദി ഡോക്ടർ അംബേദ്കർ, ഭീമറാവ് അംബേദ്കർ ഈസ് ദി റിയൽ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ. അഭിനന്ദനങ്ങൾ റോഹൻ. ഓക്കെ, താങ്ക് യു.